ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, ഇന്നിതാ വീണ്ടും ഒരു അടിപൊളി ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ദ ഏഞ്ചൽ മേക്കർ എന്ന ഡാനിഷ് ക്രൈം ത്രില്ലർ. ഒരു സൈക്കോ കില്ലർ പെൺകുട്ടികളെ കൊന്ന് അവരെ ഇരുത്തിയപടി പല സ്ഥലങ്ങളിലും അവരുടെ ബോഡി നിക്ഷേപിക്കുന്നു. ഈ ബോഡിയിൽ ആ പെൺകുട്ടിയെ കില്ലർ പീഡിപ്പിച്ച് കൊല്ലുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ ഒരു മെമ്മറി കാർഡും ഉണ്ടാവും. എന്തിനാണ് ഈ കില്ലർ ഇത്രയും ക്രൂരമായി കൊലപാതകം ചെയ്ത് അതെല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു? വരൂ, നമുക്ക് ഈ കഥയിലേക്ക് പോയി നോക്കാം അവൻ ആരാണെന്ന്. ഹലോ ബുക്ക് ലവേഴ്സ്, എനിക്ക് നിങ്ങളെ അറിയിക്കാനുണ്ട് കുക്കു FM എങ്ങനെയാണ് എനിക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തന്നത്, പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നതെന്ന്. നിങ്ങൾ ഇതുവരെ കുക്കു FMനെ കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ ഇതാ നിങ്ങളൊരു ട്രീറ്റിന് തയ്യാറായിരിക്കുക. നിങ്ങൾക്ക് ഫിക്ഷനോ നോൺ ഫിക്ഷനോ ഇഷ്ടപ്പെടട്ടെ, കുക്കു FM ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു. എനിക്ക് ഒരുപാട് ഫിക്ഷൻ ഓഡിയോ ബുക്കുകൾ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ക്ലാസിക് ലിറ്ററേച്ചർ മുതൽ മോഡേൺ ബെസ്റ്റ് സെല്ലേഴ്സ് വരെ എന്റെ വിരൽ തുമ്പത്ത് ഇത്രയും കൺവീനിയൻസ് ആയി ഒരുപാട് ഡൈവേഴ്സ് റേഞ്ച് ഓഫ് കണ്ടന്റുകൾ കിട്ടുന്നത് ഒരു അത്ഭുതമല്ലേ? ഞാൻ അടുത്തിടെ കേട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫിക്ഷൻ നോവലാണ് വിനീത അനിലിന്റെ സെമിത്തേരിയെ സ്നേഹിച്ച പെൺകുട്ടി. അതിലെ സ്റ്റോറി ടെല്ലിംഗ് വളരെ മനോഹരമായിരുന്നു. ശരിക്കും ആ ക്യാരക്ടേഴ്സിന്റെ മുന്നിൽ എത്തിപ്പെട്ടതുപോലെ നിങ്ങളുടെ ഓഡിയോ ലേണിംഗ് എക്സ്പീരിയൻസ് വലിയൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ കുക്കു FM ട്രൈ ചെയ്ത് നോക്കൂ. എക്സ്പീരിയൻസ് സ്റ്റോറി ടെല്ലിംഗ് ലൈക്ക് നെവർ ബിഫോർ വിത്ത് കുക്കു FM. എല്ലാ ഓഡിയോ ബുക്കുകളും പ്രൊഫഷണൽ വോയിസ് ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസിന് വേണ്ടി. ഇനി വെബ് സീരീസ് അല്ല, ഓഡിയോ സീരീസ് നിങ്ങൾക്കായി. ഫിക്ഷൻ, ത്രില്ലർ, മിസ്റ്ററീസ്, റൊമാൻസ് ആൻഡ് ഫാന്റസി, ഹൈ ക്വാളിറ്റി ഓഡിയോ എൻജോയ് ചെയ്യൂ. മറ്റെവിടെയും കിട്ടാത്ത യുണിക് സെലക്ഷൻ ഓഫ് സ്റ്റോറീസ്. എല്ലാ ഷോസും അടുത്ത 7 ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് കേൾക്കാം. ഉടനെ ഡൗൺലോഡ് ചെയ്യൂ ഈ ആപ്ലിക്കേഷൻ ആൻഡ് എക്സ്പ്ലോർ ഇറ്റ്സ് അമേസിംഗ് കണ്ടന്റ് ലൈബ്രറി. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ നല്ല ഇരുട്ടുള്ള സമയം. എവിടെയാണ് സ്ഥലമെന്നറിയില്ല. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ പുറകിന്ന് മുഖംമൂടിയിട്ട് ഒരാൾ തള്ളിയിടും. പെണ്ണ് വീണുടനെ ഇവൻ കയ്യിലെ പ്ലാസ്റ്റിക് കൂടുകൊണ്ട് അവളുടെ മുഖം പൊത്തി അവളെ ശ്വാസം മുട്ടിച്ച് ബോധം കെടുത്താണ്. ബോധം കെടുത്തിയ പെണ്ണിനെ അവൻ വലിച്ചെടുത്തുകൊണ്ട് പോകും. പിന്നീട് എന്താണ് സംഭവിച്ചെന്നറിയില്ല. അവിടുന്ന് കട്ട് ചെയ്താൽ കഥയിലെ നായിക അവള് വിഷമിച്ച് കിടക്കുന്നു. കൂടെ ഭർത്താവും ഉണ്ട്. കാലത്ത് നേരത്തെ എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങും. എന്തോ തീരാ വേദനയുണ്ട് അവളുടെ മനസ്സിൽ. കുളിക്കുന്ന സമയത്ത് ജനിച്ചു വീണ കൊച്ചു കുഞ്ഞിനെ സ്വപ്നം കണ്ട് അവള് പേടിച്ചെഴുന്നേൽക്കും. അപ്പോഴാണ് ഭർത്താവ് വന്നിട്ട് ചോദിക്കുക, എന്താ ഇത്ര നേരത്തെ എഴുന്നേറ്റേന്ന്? കാരണമൊന്നുമില്ല, നേരത്തെ എഴുന്നേറ്റപ്പോൾ ഞാൻ തന്നെ വിളിച്ചില്ല, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇവള് ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറും. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ ഒരു പോലീസുകാരൻ ലേഡീസ് താമസിക്കുന്ന ഒരു പെയിൻ ഗസ്റ്റ് വീട്ടിലേക്ക് വരുന്നു. അവിടെ ഒരു ക്രൈം സംഭവിച്ചിട്ടുണ്ട്. പോലീസ് ചെന്ന് നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ നഗ്ന ശരീരം. അവളെ ഇരുത്തിയ വടി 2 കാലുകളും മടക്കി കൈകൾ കയറിട്ട് കെട്ടിവെച്ച് ഇരുത്തിയ വടി ഉപേക്ഷിച്ചിരിക്കുക. ഫോറൻസിക് ഡോക്ടർ പറയും ഈ പെൺകുട്ടിയെ മറ്റെവിടെയോ വെച്ച് കൊലപാതകം ചെയ്തതിനു ശേഷം ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്താണ്. ഇതേതാണ് സ്ഥലം എന്ന് ചോദിക്കും പോലീസുകാരൻ. ട്രബിൾഡ് ആയിട്ടുള്ള യങ് വുമൺസ് താമസിക്കുന്ന ഒരു ഹോസ്റ്റലാണ്. വീട്ടിലൊക്കെ കച്ചറുണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും കുറച്ച് നാൾ മാറി താമസിക്കില്ലേ, അങ്ങനത്തെ ഒരു പെയിൻ ഗസ്റ്റ് ഹോം. ഡോക്ടർ നോക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു ചെറിയ മെമ്മറി കാർഡുണ്ട്. ആദ്യം അത് ഫോറൻസിക്കിന് കൊടുക്കാം, അത് കഴിഞ്ഞ് നിങ്ങളെ ഏൽപ്പിക്കാന്ന് പറയും ഡോക്ടർ. പോലീസുകാരൻ ഈ ബോഡി ആരാണ് ആദ്യം കണ്ടെന്ന് ചോദിക്കും. ഈ ഹോമിലെ ഓണർ ലേഡിയാണ് ആദ്യമായിട്ട് ആ ബോഡി കണ്ടത്. നമ്മുടെ പോലീസിന്റെ പേര് ജാസ്പർ എന്നാണ്. ജാസ്പർ ചെന്ന് ഓണർ ലേഡിയെ കണ്ട് ചോദിക്കും ആ പെൺകുട്ടി ആരാണെന്ന്. അവര് പറയും അവളുടെ പേര് എമിലി ഓൾസൺ എന്നാണ്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അവൾ ഇവിടെ താമസിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എവിടെയാണ് പോയെന്നറിയില്ല. ഇപ്പൊ ഈ ബോഡിയാണ് ഞാൻ കണ്ടത്. പോലീസുകാരൻ ചോദിക്കും എന്തുകൊണ്ടാണ് അവൾ ഈ വീട്ടിൽ താമസിക്കാൻ വന്നതെന്ന് നിങ്ങൾക്കറിയോ? ഇവിടെ വരുന്ന പെൺകുട്ടികൾക്ക് ഒരു ചെറിയ ബ്രേക്ക് വേണം. ചിലപ്പോൾ പാരൻസിന്റെ കൂടെ അടിയുണ്ടാക്കിയിട്ടായിരിക്കും, ബോയ് ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും, ഡ്രഗ്സിന്റെ പ്രോബ്ലം ആയിരിക്കും. ഞാൻ ചോദിക്കാറില്ല. എന്റെ വീട് അന്വേഷിച്ച് വരുന്ന പെൺകുട്ടികൾക്ക് ഞാൻ അഭയം കൊടുക്കും. അപ്പൊ ജാസ്പർ ഈ പെൺകുട്ടിയുടെ മരണത്തിന് മുന്നേ ആരെങ്കിലും നിങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നോ എന്ന് ചോദിക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ക്രൂരത ഞാൻ കാണുന്നത്. ആർക്കും അങ്ങനെ ഇവിടെ വിളിച്ച് ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാ ശരി, പിന്നെ കാണാമെന്നും പറഞ്ഞിട്ട് പോലീസുകാരൻ അവിടുന്ന് ഇറങ്ങുന്നു. സ്റ്റേഷനിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ചീഫ് ഉണ്ട്. വേണമെങ്കിൽ കമ്മീഷണർ എന്ന് വിളിക്കാം, ഒരു ചീഫ് ലേഡി. ഇപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു IT സ്പെഷ്യലിസ്റ്റിനെ അന്വേഷണ ടീമിന് വേണം. അതിനുവേണ്ടി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചീഫ്. പക്ഷെ IT-ക്കാരെ കിട്ടാൻ ഇനിയും ഒരാഴ്ചയും കൂടെ കാത്തിരിക്കേണ്ടി വരും. അത്രയും സമയമില്ല. അതുകൊണ്ട് ചീഫ് നമ്മുടെ ഹീറോയിനെ വിളിക്കുന്നു. ഹീറോയിൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ സ്പെഷ്യൽ IT-ക്കാരി ആയിരുന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ട് ലീവിലാണ്. അവളെയാണ് ചീഫ് വിളിക്കുക. ഒരു ചെറിയ മൈനർ ജോബുണ്ട്, ഒരു മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ. നീ ലീവിലാണെന്നറിയാം, അത് മാത്രം ഒന്ന് വന്ന് ഓപ്പൺ ചെയ്ത് തരാൻ പറ്റുമോ
എന്ന് ചീഫ് ചോദിക്കും. ഓ ഷുവർ, ഞാൻ എത്താം, ചെറിയ പണിയല്ലേ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ പുറപ്പെടുന്നു. ഈ കാര്യം തന്റെ ഭർത്താവിനോട് പറയും. സാന്ദ്ര എന്നെ വിളിച്ചിരുന്നു, ഒരു ചെറിയ ജോലിയുണ്ട്, ഞാൻ സ്റ്റേഷനിലേക്ക് പോകണമെന്ന്. പക്ഷെ ഭർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. നീ ആരുമായിട്ടും അധിക സമയം സംസാരിക്കുന്നില്ല, നിന്റെ മൂഡ് ശരിയല്ല, അപ്സെറ്റ് ആയതുകൊണ്ടാണല്ലോ ലീവ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ വീണ്ടും ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാൽ അതിന് ഹീറോയിൻ, ഇത് ചെറിയൊരു വർക്കാണ്, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഞാൻ പോയിട്ട് വരാം, എനിക്ക് പോകണമെന്നുണ്ടെന്നും പറഞ്ഞ് ഇറങ്ങും. നേരെ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ തന്നെ ജാസ്പറിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ തമ്മിൽ നേരത്തെ കണ്ടുമുട്ടിയിട്ടില്ല. ജാസ്പർ, ഞാനാണ് ഈ ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണേന്ന് പറയും. അവിടുന്ന് രണ്ടുപേരും ചീഫിന്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോഴാണ് ചീഫ് ഹീറോയിൻ ആരാണെന്ന് ജാസ്പറിന് പരിചയപ്പെടുത്തുക. ലോറ നമ്മുടെ കോപ്പഹൻഗൻ ടീമിലെ ടോപ്പായിരുന്നു, വളരെ ഇന്റലിജന്റ് ആണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ കാർഡാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്നും പറഞ്ഞ് ചീഫ് കാർഡ് കൊടുക്കുന്നു. ഹീറോയിൻ ഇത് എവിടുന്നാണ് കിട്ടിയെന്ന് ചോദിക്കും. അതിനവർ മറുപടി പറയുന്നില്ല. ശരി, എന്തേലും ആവട്ടെ, ഓപ്പൺ ചെയ്യേണ്ടതല്ലേ എന്റെ ജോലി, അത് ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവൾ ആ കാർഡ് ലാപ്ടോപ്പിൽ കുത്തിയിട്ട് അതിലൊരു വീഡിയോ ഫയലുണ്ട്. അത് ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഇവള് പ്രോഗ്രാം ചെയ്ത് ഹാക്ക് ചെയ്ത് അതിലെ പാസ്വേഡ് കണ്ടുപിടിക്കും. ഒരു സിമ്പിൾ ലോക്ക് ആയിരുന്നു, അത്ര കഷ്ടപ്പാടില്ലാത്ത പാസ്വേഡ് ഡിസൈൻ ആണത്. ഏഞ്ചൽ മേക്കർ എന്നാണ് അതിലെ പാസ്വേഡ് കാണുന്നത്. ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാസ്വേഡ് ആണല്ലോ അത്. എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക? ജാസ്പർ പറയും, ഈ ഏഞ്ചൽ മേക്കർ എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊല ചെയ്യുന്ന ആൾക്കാരെ പണ്ട് പറയുന്ന ഒരു ടേമായിരുന്നു ഈ ഏഞ്ചൽ മേക്കർ എന്ന്, കുട്ടികളുടെ കൊലപാതകി. ശരി, ആ പാസ്വേഡ് അടിച്ച് ആ വീഡിയോ ഫയലിനകത്ത് എന്താണെന്ന് നോക്കുമ്പോൾ മുഖം മൂടി ഇട്ട ഒരാള് ഒരു പെണ്ണിനെ കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ട്. കൈകൾ രണ്ടും കെട്ടി അവളെ തൂക്കി വെച്ചിരിക്കുക. എന്നിട്ട് ഈ മുഖംമൂടിക്കാരൻ ആ പെൺകുട്ടിയോട് ക്യാമറയിലേക്ക് നോക്കി, നീ ആരാണെന്ന് പറയ്, നീ ആരാണെന്ന് പറയ് എന്ന് പറയും. അപ്പൊ ആ പെണ്ണ് കരഞ്ഞിട്ട്, അതെ ഞാൻ ഏഞ്ചൽ മേക്കറാണെന്ന് പറയുന്നു. ഉടനെ ഇവൻ ചെറുകമ്പി ചുറ്റിയ ഒരു കൈപ്പിടി ആയുധം അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ അടിവയറിന് കുത്തി താഴേക്ക് ആയുധം കൊണ്ട് വയറ് കീറി ചോര ചാടിച്ച ആ പെൺകുട്ടിയെ കൊന്നുകളയും. ഇത് കണ്ട് ഇവരെല്ലാം ഞെട്ടിത്തരിച്ചു പോവാണ്. ഹീറോയിൻ ചോദിക്കും, ഇതെന്താണ് സാന്ദ്ര, വാട്ട് ദ ഫക്ക് ഈസ് ദിസ്, ഇതെങ്ങനെ സംഭവിച്ചു, ആരാണിത്? അപ്പൊ ചീഫ് പറയും, ലോറ, ഞങ്ങളൊരു കുഴപ്പം പിടിച്ച കേസിൽ കുടുങ്ങിയിരിക്കുകയാണ്, നിനക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമോ പ്ലീസ്? ഹീറോയിൻ പറയും, ഷുവർ, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. അപ്പൊ ജാസ്പർ ചോദിക്കും, ഈ ലേഡി ഒരു സൈബർ എക്സ്പേർട്ട് അല്ലേ, ഇവര് ഹോമിസൈഡ് കേസിൽ എന്നെ സഹായിക്കാന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? അപ്പൊ ചീഫ് പറയും, ലോറ ഒരു വയലന്റ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ ആണ്, നിനക്ക് അവളെ കുറിച്ച് അറിയില്ല. ഈ ജാസ്പറിന് വിശ്വാസമായിട്ടില്ല, ഇത് കമ്പ്യൂട്ടറിന് പുറകെ ഇരുന്നിട്ട് സോൾവ് ചെയ്യേണ്ട കേസാണോ? മാത്രമല്ല ഈ പെണ്ണ് ഒഫീഷ്യൽ ലീവിലുമാണ്. ഹീറോയിൻ പറയും, താൻ പറയുന്നൊക്കെ എന്റെ ചെവിയിൽ കേൾക്കാം, ഇഷ്ടമല്ലെങ്കിൽ മാറി എന്ന് പറഞ്ഞോളൂ, ഞാനൊന്നും പറയുന്നില്ല, ഞാൻ ആ മരിച്ച പെണ്ണിന്റെ വീട്ടുകാരെ ചെന്ന് കാണാൻ പോവാണെന്നും പറഞ്ഞ് ജാസ്പർ ഇറങ്ങും. അപ്പൊ ചീഫ്, ലോറയും തന്റെ കൂടെ കൂട്ടിക്കോ, ഇനി നിങ്ങൾ രണ്ടുപേരുമാണ് ഈ കേസ് അന്വേഷിക്കണമെന്ന് പറയും. അങ്ങനെ ഇവർ രണ്ടുപേരും ആ മരിച്ച എമിലി എന്ന പെൺകുട്ടിയുടെ വീട്ടുകാരെ കാണാൻ ചെല്ലുകയാണ്. അപ്പൊ ജാസ്പർ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, ഈ കേസ് എങ്ങനെയാണെന്ന് ചീഫിനോ നിങ്ങൾക്കോ വ്യക്തമായിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ദാ ഇത് കണ്ടോ, എമിലിയെ കൊന്നതിന് ശേഷം അവളെ കെയർഫുൾ ആയിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഒരാൾ സൺ ഹോമിന് മുന്നിൽ. ഈ ഫോട്ടോ കണ്ട് താൻ എന്താണ് കരുതണതെന്ന് ജാസ്പർ ചോദിക്കും. ഹീറോയിൻ പറയും, നമ്മുടെ കില്ലർ ഒരു ഓർഗനൈസ്ഡ് മിഷനാണ് ചെയ്തിരിക്കുന്നത്, മാത്രമല്ല അവൻ അറ്റൻഷനും വേണം, ചുമ്മാ പെട്ടെന്ന് പേടിച്ച് അബദ്ധവശാലോ അറ്റാക്കിംഗ് മെന്റാലിറ്റിയിലോ ചെയ്തതല്ല, പ്ലാൻഡ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തൊരു കില്ലിംഗ് ആണത്. അതും പറഞ്ഞ് അവർ കാർ എടുത്ത് നേരെ മരിച്ച പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അച്ഛനും അമ്മയും ഉണ്ട്. ഹീറോയിൻ ചോദിക്കും, എമിലിക്ക് ബോയ് ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ, നിങ്ങൾക്കറിയോ? അച്ഛൻ പറയും, ഇല്ല, അങ്ങനെ ഒരു ബന്ധമുള്ളതായിട്ട് അവൾ എന്നോട് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്കറിയൂല, അവൾ ഒരുപാട് നല്ല കുട്ടിയായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അവൾ ആ സൺഹോമിലേക്ക് പോയെന്ന് ഇവർ ചോദിക്കും. ഒരു ദിവസം എന്തോ ഒരു വഴക്കുണ്ടായി, അച്ഛനും അമ്മയും അവളോട് ഒരുപാട് ഷൗട്ട് ചെയ്തു, അന്ന് അവൾ ഇറങ്ങിപ്പോയതാണ്. കുറച്ചു നാൾ കഴിഞ്ഞ് അവൾ തിരിച്ചു വന്നു, പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവര് ഞങ്ങൾക്ക് എമിലിയുടെ മുറി ഒന്ന് കാണണമെന്ന് പറയും. അങ്ങനെ ഇവര് എമിലിയുടെ മുറിയിലേക്ക് വരുന്നു. അവിടെ ഒരുപാട് വില പിടിച്ച മേക്കപ്പ് കിറ്റുകളൊക്കെ ഉണ്ട്. മാത്രമല്ല വില പിടിച്ച ബാഗുകളും ചെരുപ്പുകളും വസ്ത്രങ്ങളും, അതേപോലെ ഒരു സാധാരണ ലാപ്ടോപ്പും ആ ലാപ്ടോപ്പിൽ വില കൂടിയ വെബ് ക്യാമറയും. ഇതിലെന്തോ ഒരു വശപ്പശ കൊണ്ടെന്ന് ഇവർക്ക് മനസ്സിലാകും. എന്തായാലും ഈ പെൺകുട്ടിക്ക് വീട്ടിൽ നിന്നല്ലാതെ മറ്റെവിടെ നിന്നോ പണം കിട്ടുന്നുണ്ട്. ജാസ്പർ എല്ലാ പൊട്ടും പൊടിയും തപ്പി നോക്കുമ്പോൾ കബേർഡിന് താഴെയായി ഒരു പീസ് മര ഇളകി കിടക്കുന്ന കാണും. അതിനകത്ത് നോക്കുമ്പോൾ ഇവർക്കൊരു ബോക്സ് കിട്ടും. ആ ബോക്സിനകത്ത് സെക്സ് ടോയ്സ്, ഒരുപാട് സെക്സ് ടോയ്സുകൾ ഉണ്ടാവും. ഇവരതെടുത്തുകൊണ്ട് വന്ന് എമിലിയുടെ അച്ഛനും അമ്മയ്ക്കും കാണിച്ചിട്ട്, ഈ ബോക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം ചോദിക്കും. ഉടനെ അച്ഛൻ വിഷമത്തോടെ പറയാണ്, ഒരിക്കലുമില്ല, ഇത് എമിലിയുടെ മുറിയിൽ ഉണ്ടാവാൻ സാധ്യതയേയില്ല, അവൾ അങ്ങനത്തെ പെൺകുട്ടിയല്ല, എനിക്കറിയാം എൻ്റെ മോളെ. അപ്പൊ അമ്മ പറയും, ഇല്ല, നമുക്ക് നമ്മുടെ മോളെ അറിയില്ല, 1 വർഷമായിട്ട് അവൾ നേരെ നമ്മളോട് സംസാരിക്കാറില്ല, ആ മുറിക്കകത്ത് തന്നെയായിരുന്നു.
അച്ഛനും അമ്മയും വിഷമിക്കുന്ന കാണുമ്പോൾ ഇവര് പിന്നെ അധികം സംസാരിക്കാൻ നിൽക്കില്ല. ഞങ്ങൾ എമിലിയുടെ ലാപ്ടോപ്പ് എടുക്കുന്നു, പിന്നീട് കാണാമെന്ന് പറഞ്ഞിട്ട് ഇവരിറങ്ങും. അവിടെ നിന്ന് നേരെ ആശുപത്രിയിലേക്കാണ് പോകുന്നത്. ഇത് കണ്ട ഒരു ആശുപത്രിയാന്ന് ആരെങ്കിലും പറയോ? നല്ല രസമുണ്ട്. എന്തായാലും അവിടെയാണ് ഓട്ടോപ്സി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ചെന്ന് ഡോക്ടറെ കാണുന്നു. എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കും. ഓട്ടോപ്സി റിപ്പോർട്ട് പ്രകാരം പ്ലാസ്റ്റിക് ബാഗ് ഉപയോഗിച്ച് ഇവളെ ബോധം കെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വയറിന് താഴെയായി ഒരു മെറ്റൽ ടൂൾ ഉപയോഗിച്ച് കുത്തിക്കീറി, അതൊരു വേവ് ഫോമിൽ കുത്തിക്കീറി കാല് വരെ ഓപ്പണാക്കി രക്തം കളഞ്ഞിട്ടാണ് കൊന്നിരിക്കുന്നത്. മാക്സിമം വേദനിപ്പിക്കാൻ വേണ്ടി ഓർട്ട കട്ട് ചെയ്യാതിരിക്കാൻ അവൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത്രയും പ്രിസൈസ് ആയിട്ട് അവന് കട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഓർട്ട മുറിഞ്ഞ് പെട്ടെന്ന് രക്തം പോയി പെൺകുട്ടി മരിക്കുകയാണ് ചെയ്തത്. ഈ ഡോക്ടർ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിന് പണ്ട് അവളോട് അവളുടെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരും. അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ ഫീറ്റസിന് ബ്രെയിൻ ഡാമേജ് സംഭവിച്ചിരിക്കുന്നതുകൊണ്ട് അബോർഷൻ ചെയ്യുന്നതാണ് നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹീറോയിനോടും ഭർത്താവിനോടും. എന്നാൽ ഭർത്താവ് ഒരിക്കലും അബോർഷൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞ് വാശി പിടിച്ചത്. പെട്ടെന്ന് ഈ സ്വപ്നത്തിലേക്ക് പോയ ഹീറോയിൻ വീണ്ടും തിരിച്ചു വരും. നമ്മുടെ ജാസ്പർ വിളിക്കുമ്പോൾ, ലോറ എന്ന് വിളിക്കുമ്പോൾ അവൾ വീണ്ടും തിരിച്ചു വരും. എന്നിട്ട് ഇവള് ഈ ഡോക്ടറോട് ചോദിക്കുകയാണ്, ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയിരുന്നോ? ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറയും, അതിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം കില്ലർ ഒരു വയർ ഹാങ്ങറെയാണ് മോഡിഫൈ ചെയ്ത് ടൂളായി ഉപയോഗിച്ച് ഈ പെൺകുട്ടിയെ കൊന്നത്. വയർ ഹാങ്ങർ ഓൾഡ് സിംബൽ ഓഫ് അബോർഷനാണ്. പക്ഷേ ഈ പെൺകുട്ടി പ്രസന്റ്ലി ഗർഭിണിയായിരുന്നില്ല. ഇനിയൊരു പക്ഷേ അബോർഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്, ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ റെക്കോർഡ് നോക്കി ചെക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവർ ഡോക്ടറോട് ചെക്ക് ചെയ്യാൻ പറയും. 1 വർഷം മുന്നേ ഈ പെൺകുട്ടി അബോർഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജാസ്പർ, അങ്ങനെയാണെങ്കിൽ ഇവൾ ശിക്ഷിക്കപ്പെട്ടതാണ് ആരുടെയോ കയ്യാൽ. അതായിരിക്കണം സംഭവിച്ചിട്ടുണ്ടാവുക. എന്റെ നിഗമനാണെന്ന് അവൻ പറയും. അത് കഴിഞ്ഞ് സ്റ്റേഷനിലേക്ക് വന്ന ഹീറോയിൻ ആ എമിലിയുടെ ലാപ്ടോപ്പിൽ അവളുടെ അക്കൗണ്ടിൽ ഏകദേശം 500,000 ക്രോണർ ഉള്ളതായിട്ട് കണ്ടുപിടിക്കും. ഒരുപാട് പണമുണ്ട് അക്കൗണ്ടിൽ. അതെല്ലാം അവള് തുണികളും ഷൂസും മറ്റ് സാധനങ്ങളും വാങ്ങിക്കാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. സംഭവം ഇവള് മൈ ഫാൻസ് എന്നും പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം, ന്യൂഡ് ഷോ ഒക്കെ കാണിച്ചിട്ട് ഫാൻസിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുന്ന ഒരു സൈറ്റാണത്. അതുപയോഗിച്ച് ഈ പെൺകുട്ടി ഒരുപാട് കാശുണ്ടാക്കിയിട്ടുണ്ട്. ആ ഷോ നടത്താൻ വേണ്ടി ഉണ്ടായിരുന്ന സെക്സ് ടോയ്സ് ആയിരുന്നു അവളുടെ വീട്ടിൽ നിന്ന് ഇവർക്ക് കണ്ടുകിട്ടിയത്. ഹീറോയിൻ വീണ്ടും ചെക്ക് ചെയ്ത് തുടർച്ചയായി അവളോട് നീഡ്സ് ചോദിക്കുന്ന ഏതെങ്കിലും സബ്സ്ക്രൈബർ ഉണ്ടോ എന്ന് ചോദിക്കും. ഒരാളുണ്ട്, ഇവിടെ ലോക്കലിലുള്ള ഒരാളുണ്ട്. അയാളുടെ IP അഡ്രസ്സ് കിട്ടും ഇവർക്ക്. പുള്ളിക്കാരന്റെ ചാറ്റ് ലിസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ അവൻ വയലന്റ് പോൺ എമിലിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കത്തി ഉപയോഗിച്ച് അവളെ തന്നെ കട്ട് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ്, അതിനവൻ കാശ് കൊടുത്തിട്ടുണ്ട്. സോ അവനിൽ ഇവർക്ക് അമിത സംശയം ഉണ്ടാവും. ചീഫ് എത്രയും പെട്ടെന്ന് അവനെ പൊക്കിയെടുത്തുകൊണ്ട് വരാൻ പറയും. ഈ സമയത്ത് മറ്റൊരു സ്ഥലത്ത് ഒരുപാട് സെർവറും ഇന്റർനെറ്റ് കണക്ഷനൊക്കെ വെച്ചിട്ട് യഥാർത്ഥ കില്ലർ ഈ പെൺകുട്ടികളെ കൊല്ലാൻ അവനൊരു വയർ ഹാങ്ങർ യൂസ് ചെയ്തില്ലേ, ആ സാധനത്തിന്റെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക. ഇവിടെ ഹീറോയിനും ജാസ്പറും കൂടി എമിലിയുടെ വീഡിയോ തുടർച്ചയായിട്ട് കാണുന്ന ആ സബ്സ്ക്രൈബർ വീട്ടിലേക്ക് വരും. അഡൽബർട്ട് മൊഗൻസൺ. പുള്ളിക്കാരൻ കുടുംബക്കായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. ഇവര് ഞങ്ങൾ പോലീസാണ്, നിങ്ങൾക്ക് എമിലി ഓൾസനെ അറിയുമെന്ന് ചോദിക്കും. അയാൾ ഇല്ല, എനിക്ക് അറിയില്ല എന്നാണ് പറയുക. എന്നാൽ പിന്നെ എമിക്കാട്ട് 2001 ആ പെൺകുട്ടി അറിയോ? ഇവര് ഫോട്ടോയും കാണിച്ചു കൊടുക്കും. അപ്പൊ അവൻ പരുങ്ങുന്നുണ്ട്. കൊച്ചിനെ അമ്മയുടെ അടുത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് ഡോർ ലോക്ക് ചെയ്യും. ഇവര് ചോദിക്കും, ഇവിടുന്ന് സംസാരിക്കണോ അതോ സ്റ്റേഷനിൽ പോകണോ എന്ന്. നമുക്ക് സ്റ്റേഷനിൽ പോകാന്ന് പറയും പുള്ളി. അങ്ങനെ പുള്ളി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് ഹീറോയിൻ ചോദിക്കുകയാണ്, ചെറിയ പെൺകുട്ടികൾ സ്വന്തം ശരീരം കട്ട് ചെയ്യുന്നത് തനിക്കിഷ്ടമാണോ? താനത് രസിക്കുമല്ലേ? അപ്പൊ അയാൾ പറയും, ഞാനിവിടെ നിയമമൊന്നും തെറ്റിച്ചിട്ടില്ല. ആ പെൺകുട്ടി കട്ട് ചെയ്ത് എന്നെ കാണിച്ചത് എന്റെ തെറ്റാണോ? അപ്പൊ ഹീറോയിൻ ചോദിക്കും, കഴിഞ്ഞ മാസം 20,000 ക്രോണർ താൻ മൈ ഫാൻസ് സൈറ്റിൽ ചെലവാക്കിയിട്ടുണ്ട്. തന്റെ ഭാര്യ അതറിയാണെങ്കിലോ? അവൻ പറയും, ഇല്ല, അവൾക്ക് അറിയില്ല, അറിയാതെയാണ് ചെയ്യുന്നതെന്ന്. താൻ അവസാനമായി എമിലി ഓൾസനെ കോണ്ടാക്ട് ചെയ്ത് അവളെ ശരീരം കട്ട് ചെയ്യാൻ പറഞ്ഞു. അതിന് കാശും കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ കൊല ചെയ്യപ്പെട്ടു. ഉടനെ പുള്ളിക്കാരൻ പറയും, അതിന് എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഞാൻ ആ പെൺകുട്ടിയെ നേരിട്ട് കണ്ടിട്ടില്ല, അവൾ ഏത് നാട്ടുകാരിയാന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. ഹീറോയിൻ പറയും, താൻ മാത്രമേ ഉള്ളൂ അവളെ കട്ട് ചെയ്യാൻ പറഞ്ഞ സബ്സ്ക്രൈബർ. അതിനാ താടിക്കാരൻ പറയാ, അതൊന്നും നിയമത്തിനെതിരല്ലല്ലോ. അപ്പൊ ജാസ്പർ ചോദിക്കും, അന്നേ ദിവസം 10 PM to 7 AM താൻ എവിടെയായിരുന്നു? പുള്ളി പറയും, ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു വിത്ത് ഫാമിലി. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഭാര്യയോട് ചോദിക്കാം. എനിക്കിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ലോയറോട് സംസാരിക്കണം. എനിക്കെതിരെ എവിഡൻസ് ഇല്ലാതെ എന്നെ പിടിച്ചു വെക്കരുത് എന്നയാൾ പറയുമ്പോൾ ഹീറോയിൻ, തനിക്ക് തൻ്റെ വീട്ടിലേക്ക് പോകണമല്ലേ, തൻ്റെ മോളുടെ അടുത്തേക്ക് പോകണമല്ലേ? ഏതെങ്കിലും ഒരു നാറി തൻ്റെ മോളെ കട്ട് ചെയ്യാൻ പറഞ്ഞ് കാണിക്കാൻ പറഞ്ഞാൽ തനിക്ക് എങ്ങനെ ഉണ്ടാവോടോ? നാണോലട തെണ്ടിയെന്നും പറഞ്ഞ് ഇവൾ എഴുന്നേറ്റ് പോകും. കുറച്ചേരം കഴിഞ്ഞ് ജാസ്പർ ഹീറോയിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, അന്നേ ദിവസം അഡൽബർട്ട് അയാളുടെ വീട്ടിൽ തന്നെ ആയിരുന്നു അത്രേ. ഭാര്യ കൺഫേം ചെയ്തു. സോ അവനല്ല നമ്മുടെ ആള്. അതൊക്കെ പോട്ടെ, താൻ ഇടയ്ക്ക് വയലന്റ് ആവുന്നു, ഇടയ്ക്ക് അപ്സെറ്റ് ആവുന്നു, ഓഫ് ആവുന്നു.
തനിക്ക് പേഴ്സണലായിട്ട് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലേ, അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് താനിപ്പോൾ ജോലിക്ക് വന്നത്. ഹീറോയിൻ പറയും എനിക്കറിയില്ല നീ എന്താ പറയണേന്ന്, എനിക്ക് ജോലിയുണ്ട് പൊക്കോളൂ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടാണ്. അപ്പോഴാണ് പുള്ളിക്കാരൻ്റെ ഭാര്യ വിളിക്കുന്നത്. ജാസ്പറുടെ ഭാര്യയ്ക്ക് അസിഡിറ്റി ആണെന്ന് തോന്നുന്നു, ഞാൻ അന്റാസിഡ് മേടിച്ചുകൊണ്ട് വരാമെന്ന് അവൻ പറയും. അത് കേട്ട ഹീറോയിൻ എന്താ ഭാര്യയ്ക്ക് അസിഡിറ്റി ആണോ, എത്ര മാസമായി, 37 വീക്സ് ആണോ എന്നാ ഭാര്യയോട് പറയും ആവശ്യത്തിന് പാല് കുടിക്കാനും ആൽമണ്ട് കഴിക്കാനും, അപ്പൊ എരിച്ചിലൊക്കെ ഒന്ന് മാറിക്കിട്ടും. അങ്ങനെ രണ്ടുപേരും പറഞ്ഞ് കമ്പനിയായി ചിരിച്ച് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഹീറോയിൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താവ് അവിടെ കിടപ്പുണ്ട്. പുള്ളിക്കാരൻ മിണ്ടില്ല, തിരിഞ്ഞടക്കമുള്ള അവളെ കാണുമ്പോൾ. എന്തായാലും അവിടെ ഇങ്ങനെ പിണക്കമൊക്കെ നടക്കുന്ന സമയത്താണ് മറ്റൊരു സ്ഥലത്ത് ചെറിയൊരു കമ്പനി അത് ക്ലോസ് ചെയ്യാൻ സമയമായി. വയസ്സൻ ഓണറും ഒരു ചെറിയ ലേഡിയും മാത്രമേ ഉള്ളൂ ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങാൻ. ലേഡി ചെന്ന് വേസ്റ്റ് തട്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കാണ്. അവസാനത്തെ ഒരു ബാഗ് ആ വയസ്സൻ ചേട്ടൻ എടുത്തു കൊടുത്തിട്ട് അകത്ത് പോണ സമയം കില്ലർ പ്ലാസ്റ്റിക് ബാഗ് കൊണ്ട് ഈ പെൺകുട്ടിയെ വലിച്ചു താഴെയിടും. ആ ഓണർ പുറത്തു വന്ന് നോക്കുമ്പോൾ ഈ പെൺകുട്ടിയെ കാണാനില്ല. സോ വേസ്റ്റ് തട്ടിക്കഴിഞ്ഞ് അവള് വീട്ടിൽ പോയി എന്ന് വിചാരിക്കും പുള്ളിക്കാരൻ. പുള്ളി ഈ പെണ്ണിന്റെ പേര് വിളിച്ചിട്ട് അവിടുന്ന് മാറിപ്പൊക്കളയും. കില്ലർ ആ പെൺകുട്ടിയെ കൊണ്ടുപോയി. പിറ്റേന്ന് രാവിലെ ഹീറോയിന്റെ വീടാ കാണിക്കുന്നു. ഭർത്താവ് ഇന്ന് വൈകിട്ട് നമുക്ക് ഗസ്റ്റുകളുണ്ട്, തിരിച്ചു വരുമ്പോൾ ബീർ വാങ്ങിക്കൊണ്ടുവരാൻ പറയും. ഇവള് പറയും ഇന്നെനിക്ക് ജോലിയുണ്ട്, ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം. ചെറിയ ജോലിയുള്ളെന്ന് പറഞ്ഞിട്ട് വീണ്ടും നീ പോവുകയാണോ? സാന്ദ്ര എന്നോട് ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്, എനിക്കത് ചെയ്യാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്തു കൊടുക്കാന്ന് പറയും പുള്ളിക്കാരി. എന്താണേലും കുഴപ്പമില്ല, വൈകുന്നേരം നേരത്തെ എത്തിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് ഇറങ്ങും. ഇവര് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോഴാണ് രണ്ടാമത് വീണ്ടും ഒരു ബോഡി കണ്ടുകിട്ടിയെന്നുള്ള ന്യൂസ് കിട്ടുക. സ്പോട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ ഒരുപാട് ടിവിക്കാരും വന്നിട്ടുണ്ട്. സംഭവം ഇന്നലെ നമ്മൾ കണ്ടില്ലേ, അതേ കമ്പനിക്കകത്ത് ഐസ് മുറിയിലാണ് ഈ പെണ്ണിന്റെ ബോഡി ഉപേക്ഷിച്ചിട്ടിരിക്കുന്നു. ലൈൻ വെസ്റ്റ് ഗാർഡ് എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. 23 വയസ്സേ ഉള്ളൂ. മറ്റെവിടെയോ വെച്ച് കൊന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. എമിലിയുടെ ബോഡിയിൽ കണ്ട അതേപോലത്തെ മുറിവിന്റെ പാട് ഇപ്രാവശ്യം കറക്റ്റ് പ്രിസൈസായി കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓർട്ടയ്ക്ക് പരിക്കില്ല. ഈ പെണ്ണ് കൂടുതൽ വേദന അനുഭവിച്ചാണ് മരിച്ചിരിക്കുന്നത്. ഇവളുടെ ബോഡിന്ന് SD കാർഡ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ കിട്ടിയിട്ടില്ല, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിംഗർ പ്രിന്റോ DNA അതൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല, എന്തായാലും ശ്രമിക്കാന്ന് പറയും പുള്ളിക്കാരൻ. അത് കഴിഞ്ഞവര് ഓണറെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. പാവം ആ പൂപ്പനൊന്നും അറിയില്ല, എനിക്കറിയില്ലായിരുന്നു ആ പെൺകുട്ടി പോയി എന്നാണ് ഞാൻ വിചാരിച്ച്, ഞാനിവിടെ ഉള്ളപ്പോഴാണോ പോയപ്പോഴാണോ അവളെ കൊന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ സമയത്ത് ഡോക്ടർക്ക് ആ പെൺകുട്ടിയുടെ മുറിഞ്ഞ ശരീരഭാഗത്തു നിന്നും ഒരു മെമ്മറി കാർഡ് കിട്ടും. അത് അവർ ആദ്യം ഫോറൻസിക്കിന് അയക്കുന്നു. അതിൽ ഫിംഗർ പ്രിന്റോ DNA ഒന്നുമില്ല. അത് കഴിഞ്ഞത് സ്റ്റേഷനിലേക്ക് വരും. ഹീറോയിൻ ലാപ്പിൽ കുത്തി നോക്കുമ്പോൾ ഇതിനകത്തും ഒരു വീഡിയോ ഫയലുണ്ട്. അത് ഓപ്പൺ ചെയ്യാൻ നോക്കവേ ഈ കാർഡിൽ ഒരു വൈറസ് ഉണ്ടായിരുന്നു. ആ വൈറസ് പെട്ടെന്ന് ഷോ ചെയ്തിട്ട് സെൽഫ് ഡിലീറ്റ് ആയി പോവും, തന്നെ ഡിലീറ്റ് ആയി പോവും. ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് ഹീറോയിൻ പറയും. ഈ കാർഡ് തന്നവൻ ഒരു പക്ഷേ നമ്മുടെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നതായിരിക്കണം. എന്തായാലും നമുക്ക് നോക്കാം. ഇവർ പഴയ ഏഞ്ചൽ മേക്കർ എന്നുള്ള കോഡ് തന്നെ അടിച്ചിട്ട് ആ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. അത് ഓപ്പണായി. ഇപ്രാവശ്യവും ആ രണ്ടാമത്തെ പെൺകുട്ടിയെ കില്ലർ പിടിച്ചു വെച്ചിട്ട് നീ ആരാണെന്ന് എന്ന് പറയും. അവൾ ഞാൻ ഏഞ്ചൽ മേക്കറാണ് എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്ത് എന്നെ വിടൂ എന്ന് നിലവിളിക്കുന്നുണ്ട്. ഇവൻ വിടത്തില്ല. ഇവൻ ചിരിച്ചുകൊണ്ട് അവളുടെ വയറ്റിലേക്ക് ഇവൻ ഉണ്ടാക്കിയ വെപ്പൺ കുത്തി ഇറക്കിയിട്ട് കീറി അവളെ കൊന്നോളെ. ഇതുവരെ കണ്ടു തീർക്കുമ്പോഴേക്കും ചീഫ് വിളിക്കുന്നുണ്ട്. ചീഫ് പറയും ഇന്ന് വൈകിട്ട് ഒരു പ്രസ് കോൺഫറൻസ് കൊടുക്കണം, വേറെ വഴിയില്ല. സംഭവം നമ്മുടെ വീഡിയോ പ്രസ്സിന് ലീക്കായിട്ടുണ്ട്. ഇവർക്ക് കിട്ടിയ അതേ വീഡിയോ പ്രസ്സിന് ലീക്കായിരിക്കുന്നു. അതെങ്ങനെയാണ് സംഭവിച്ചത്? നമ്മുടെ സ്റ്റേഷനിൽ നിന്നാണ് അവർക്ക് ഫയൽ സെൻഡ് ആയെന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ 2 പേരുടെ കയ്യിലുമാണ് ആ വീഡിയോ ഫയൽ ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് അത് സെൻഡ് ആയിട്ടുണ്ടാവുക? ഹീറോയിൻ പറയും ഇല്ല, എന്റെ ലാപ്പിൽ നിന്ന് അത് പോകാനുള്ള സാധ്യതയില്ല, കാരണം ലാപ്ടോപ്പ് എപ്പോഴും ഓഫ്ലൈൻ ആയിരുന്നു. പിന്നെ എങ്ങനെയാണ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക? ആദ്യത്തെ SD കാർഡ് എനിക്ക് മുന്നേ മറ്റാരെങ്കിലും ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചിരുന്നോ എന്ന് ഹീറോയിൻ ചോദിക്കും. ചീഫ് പറയും അതെ, ജാസ്പർ അത് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഉടനെ ഇവൾ ഓടി വരികയാണ്. ഏത് കമ്പ്യൂട്ടറിലായിരുന്നു ചോദിക്കും. അവിടെ നെറ്റുമായി കണക്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു കമ്പ്യൂട്ടറിലിട്ട് ഇവർ ആ വീഡിയോ ഫയൽ തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹീറോയിൻ പറയും ആ ഫസ്റ്റ് കാർഡിലും സെൽഫ് ഡിലീറ്റിംഗ് വൈറസ് ഉണ്ടായിരുന്നു. ആ വൈറസ് ഉപയോഗിച്ചിട്ടാണ് അവൻ നമ്മുടെ എല്ലാ സിസ്റ്റത്തിനെയും ഹാക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ എല്ലാ വിവരങ്ങളും അവന് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ എന്തൊക്കെ പറയുന്നു, എന്തൊക്കെ പ്രവർത്തിക്കുന്നു എല്ലാം അവനറിയാം. നമ്മുടെ ക്യാമറ ആക്സസ് പോലും അവനുണ്ടാവും. എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചതെന്നും പറഞ്ഞ് ഇവളെല്ലാ കണക്ഷനും ഊരിവിടുന്നു. എവിടുന്നേലും ഒരു ഡ്രൈവ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഓൺലൈൻ കമ്പ്യൂട്ടറിൽ കുത്താൻ പാടില്ല, നമുക്ക് പണിയാണ്. ഇവള് പറഞ്ഞ അതേപോലെ തന്നെ അവിടുത്തെ വീഡിയോ ഓഡിയോ എല്ലാ ഡീറ്റെയിൽസും ഈ കില്ലർക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അത് നമ്മുടെ പെണ്ണ് കട്ട് ചെയ്ത് കളയും. ഇവിടെ സ്റ്റേഷനിൽ അടുത്ത IT കാര് വന്ന് കമ്പ്യൂട്ടർ എല്ലാം ക്ലീൻ ആക്കുന്നവരെ നിങ്ങൾ ഓഫ്ലൈനിൽ വർക്ക് ചെയ്താൽ മതി എന്ന് ചീഫ് പറയും. അത് കഴിഞ്ഞ് ഹീറോയിൻ
ഇപ്പം മരിച്ചില്ല പെൺകുട്ടി. അവളുടെ മെഡിക്കൽ ഫയൽ ചെക്ക് ചെയ്യുമ്പോൾ അവൾക്കും അബോർഷൻ നടന്നിട്ടുണ്ട്. സോ ഈ അബോർഷൻ നടന്ന പെൺകുട്ടികളെ കണ്ടുപിടിച്ചവൻ കൊല്ലുകയാണോ? എന്തായിരിക്കും റീസൺ? മേ ബി അവന് നമ്മളെപ്പോലെ തന്നെ ഈ പെൺകുട്ടികളുടെ മെഡിക്കൽ ഫയൽ ഹാക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചായിരിക്കാം, എന്നിട്ട് കൊല്ലുന്നതായിരിക്കാം. ഇവരിങ്ങനെ കൺക്ലൂഷൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോയിൻ്റെ ലാപ്പിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. നിങ്ങളുടെ ഓഫീസ് വ്യൂ ഞാൻ എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്.